ഛത്തീസ്ഗഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ലോഗാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, റായ്പൂരിൽ വന്നിട്ട് ഓവർനൈറ്റ് ജേർണി ചെയ്ത് ജഗ്ദൽപൂർ എത്തി. അവിടുന്ന് റൂമൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്ത് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോയി. അതുപോലെ കൈലാഷ് കേവ് കണ്ടു. ഇനി നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞാനിപ്പോൾ പോകുന്നത് കുട്ടുംസർ കേവിലേക്കാണ്. ഞാൻ കുട്ടുംസർ കേവിൻ്റെ ഭാഗത്തോട്ട് പോകുന്നത് സെയിം ഇന്നലെ കൈലാഷിലോട്ട് പോകുമ്പോൾ തന്നെ കുറച്ചൊരു പച്ചപ്പും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ആസ്വദിക്കാനാണ്. അല്ലാതെ ഇവിടെ കയറണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നമ്മളുടെ പ്രൈവറ്റ് വണ്ടികൾ ഉള്ളിലോട്ട് കടത്തി വിടത്തില്ല. ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇവരുടെ ജീപ്പിനാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ പെർ പേഴ്സൺ ആണെങ്കിൽ പോലും ആ ജീപ്പിന് 2150 റുപ്പീസ് കണ്ട് പേ ചെയ്യണം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും കയറാൻ പറ്റില്ല. അപ്പം കയറണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ എനിക്കില്ലായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടം കാണാം, ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം എന്നുള്ള ഇൻറ്റൻഷനിലാണ് ഞാൻ വന്നത്. ബട്ട് ഇവിടെ വന്നപ്പം ആക്സിഡൻ്റലി ഞാൻ വേറൊരു ഫാമിലീനെ കണ്ടു. പിന്നെ അവരുടെ കൂടെ കമ്പൈൻ ചെയ്ത് ആണ് ഞാനിപ്പോൾ ഈ ഉള്ളിലേക്ക് കയറിയത്. ആ ഫാമിലിയും ഞാനിവിടെ കമ്പൈൻ ചെയ്തപ്പോൾ നമ്മൾ 5 ഹെഡ് ആയിരുന്നു. അപ്പോൾ 5 ഹെഡിന് അവിടെ എൻട്രി ചാർജ് വരുന്നത് 2350 റുപ്പീസാണ്. അപ്പോൾ പെർ പേഴ്സൺ 470 റുപ്പീസാണ് പേ ചെയ്യേണ്ടിയിരുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് ഈ ഒരു ജീപ്പ് യാത്ര, പിന്നെ ഗൈഡ് ഉണ്ടാവും, പിന്നെ നമ്മളുടെ എൻട്രി ടിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് 470 റുപ്പീസാണ് ഞാൻ പേ ചെയ്തത്. അങ്ങനെ ജീപ്പ് എടുത്ത് ഉള്ളിലേക്ക് കടന്ന് കുറച്ച് പോകുമ്പോൾ തന്നെ കുട്ടുംസർ വില്ലേജ് കാണാൻ പറ്റും. കുറച്ച് ഫാമിലീസ് മാത്രമുള്ള ഈ ഒരു കാങ്കർ വാലി നാഷണൽ പാർക്കിനുള്ളിലുള്ളൊരു കുട്ടി വില്ലേജാണിത്. ഇതിനുള്ളിൽ തന്നെ കുട്ടി സ്കൂളും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മളെ ഇറക്കിയിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്, അത് പോയി കണ്ടിട്ട് വന്ന് നമുക്ക് കേവിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഫാമിലി ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു കുട്ടി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഈ കാട്ടിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് കുറച്ചൊരു രസമുണ്ടായിരുന്നു. ഐ മീൻ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പിന്നെ കേവിലേക്ക് പോകാൻ പോകുന്നത്. ഇത് ബ്രദറും സിസ്റ്ററും പിന്നെ സിസ്റ്ററിൻ്റെ മോനാണ് ആയിരിക്കുന്നത്. പിന്നെ ഇവരുടെ അമ്മയുണ്ട്, പിന്നെ ഒരു നാനി ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാ ഫാമിലി ഫോട്ടോസിലും സൈഡിലായിട്ട് ആരാന്ന് പോലും അറിയാത്ത ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. നിർബന്ധിക്കുമ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ആ ഒരു കൊട്ടുംസർ കേവിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മളുടെ ഗൈഡിൻ്റെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉള്ളിലേക്ക്, ആ കേവിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ദന്തക്കേവ്, കൈലാഷ് കേവ്, കൊട്ടുംസർ കേവ്, ഇങ്ങനെ 3 കേവ്സാണ് കാങ്കർവാലിക്കുള്ളിൽ വരുന്നത്. അതിൽ ദന്തക്കേവ് ക്ലോസ്ഡ് ആയിരുന്നു. ബാക്കി 2 കേവ്സിലും നമുക്ക് കാണാനും പറ്റി. അങ്ങനെ നമ്മൾ കൊട്ടുംസർ കേവിലേക്ക് കടക്കാൻ പോവുകയാണ്. കൊട്ടുംസർ കേവിനെ നാട്ടുകാരൊക്കെ ഗുബൻസർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഗുഹ എന്നും വിളിക്കാറുണ്ട്. കാരണം ഈ പുറത്തുനിന്ന് നോക്കിയാൽ ഇത്രയും വലിയൊരു ഗുഹ ഈ ഒരു അണ്ടർഗ്രൗണ്ടിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അണ്ടർഗ്രൗണ്ടിൽ അറൌണ്ട് 330 മീറ്റേഴ്സ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ഗുഹയാണിത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 5 വലിയ ചേമ്പേഴ്സും വരുന്നുണ്ട്. ഈ ചേമ്പേഴ്സ് എല്ലാം ഫോം ചെയ്തത് മില്യൺ കണക്കിന് വർഷങ്ങൾ കൊണ്ട് പുറത്തെ വെള്ളമൊക്കെ ഇറ്റിറ്റ് വന്നാണ് ഇങ്ങനൊരു ഗുഹ ഇവിടെ ഉണ്ടായേക്കുന്നത്. तो अभी आप लोग ना पूरा जमीन के लेवल से ना पूरा 72 फीट गहराई में आ चुके हो ना. यहाँ से लंबाई चलोगे 330 मीटर लंबाई चलोगे. और ये जो गुफा जो है ना पूरा नेचुरल है, पूरा पानी के बहाव से जो कट कट के बनी हुई है. लेकिन इस गुफा को तो बनने के लिए कई बिलियन साल जो लगी होगी. लेकिन इसको ना 1900 के आसपास जो गाँव के स्थानीय आदिवासी लोगों के द्वारा जो देखी गई थी. तो 1900 के आसपास स्थानीय आदिवासी बोलने से उतना शिक्षित नहीं थे, आदिमानव टाइप के जो काम करते थे. तो उन लोग जैसे कि जंगल में शिकार करने आए, तो शिकारी उन लोग को ना परकी पाई वाला जो जानवर. ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആട്ടോ. നമ്മളുടെ ഈ ഗൈഡിൻ്റെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് കുറച്ച് നേരം ഓഫാക്കി എല്ലാവരോടും മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് സൈലൻസ് ആണ്. ഒരു അംശം പോലും വെളിച്ചം വരത്തുമില്ല, അത്രയും ഡാർക്ക്നെസ് ആണ്. ആൻഡ് ചില ഏരിയാസ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം അവിടെ കംപ്ലീറ്റ്ലി ഓക്സിജൻ സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ പോയാൽ ഭയങ്കര സഫക്കേഷൻ വരും. അതുകൊണ്ട് ചില ഏരിയാസ് ഒക്കെ ക്ലോസ്ഡ് ആയിട്ട് വിട്ടിട്ടുണ്ട്. पूरा बाढ़ से इकट्ठा हो जाता है. इकट्ठा होने पर वो जो सड़ जाता है, और सड़ के क्या बनता है, जो एसिड बनता है. और एसिड बन के फिर कैल्शियम से जो रिएक्शन करके ये वाला जो स्टोन जो बनती आती है. और अभी जो चट्टान से जो लटकते हुए ये वाला स्टोन बढ़ रही है, तो फिर अभी इसको ना स्टेलेक्टाइट के नाम से जो जाना जाएगा. ठीक है, ये वाला കഴിഞ്ഞ ദിവസം കൈലാഷ് കേവിൽ പോയപ്പോൾ കണ്ട പോലെ തന്നെ സ്റ്റാലസൈറ്റ് ആൻഡ് സ്റ്റാലഗ്മൈറ്റ് ഫോർമേഷൻസ് ഒക്കെ ഇതിനുള്ളിൽ കാണാറുണ്ട്. പക്ഷേ കൈലാഷ് കേവിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഡബിൾ ഓർ ട്രിപ്പിൾ
വലിപ്പമുള്ള ഒരു അത്രയും എക്സ്ട്രീംലി ലാർജ് ആയിട്ടുള്ളൊരു കേവാണ് ഈ ഒരു കുട്ടുംസാർ കേവ്. ഇവിടെ തന്നെയുള്ള വേറൊരു പ്രത്യേകതയാണ് റെയർ ബ്ലൈൻഡ് കേവ് ഫിഷ്. ഇവിടുത്തെ ഫോർമേഷൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വാട്ടർ സ്ട്രീംസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫിഷസ് ഉണ്ട്. നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ കുറച്ച് പാടാണ്, ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇവർ വർഷക്കണക്കിന് ഈ ഡാർക്ക്നെസ്സിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഐസൈറ്റ് ഇല്ല, ഇവർ ബ്ലൈൻഡ് ആണ്. അങ്ങനത്തെ ഒരു യുണീക്നെസ്സോടും ഉണ്ട് ഇവിടുത്തെ ഈ ഒരു ഫിഷസ്. ഇവിടുത്തെ ലോക്കലൈറ്റ്സ് ഒക്കെ ഈ കേവ്സിനെ രാമായണമായിട്ടൊക്കെ ബന്ധിപ്പിച്ചും കഥകൾ പറയാറുണ്ട്. അതായത് രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ പണ്ട് വനവാസ കാലത്ത് ഈ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് വിശ്വാസം പറയുന്നത്. അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള ഫോർമേഷൻസ് ഒക്കെ ഇവർ ദേവരൂപങ്ങളുമായിട്ട് സാമ്യം ഉണ്ടെന്നും പറയാറുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്. നമുക്ക് നോക്കുമ്പോഴാണെങ്കിലും ഓരോ സ്ട്രക്ചർ കാണുമ്പം പല സിമിലാരിറ്റീസും ഫീൽ ചെയ്യും. അത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. കേവൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഇവരിങ്ങനെ സ്നാക്സും കുറച്ച് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് തന്നെ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പ്യാജ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഇവിടുത്തെ ഒരു ലോക്കൽ ഡിഷാണ്. നമ്മുടെ കഞ്ഞി പോലെ തന്നെയാണ്, സിമിലർ ടു കഞ്ഞിയാണ് കാണാനായിട്ടും. പക്ഷെ അതിനകത്ത് ഇവർ റാഗിയും കൂടെ മിക്സ് ചെയ്യും, അതുകൊണ്ട് ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ അത് കുടിച്ചപ്പം ഒരു ആശ്വാസമൊക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് വെള്ളച്ചാട്ടം കാണാനാണ്. തിരത്ഗർ വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ കുട്ടുംസാർ കേവിൻ്റെ അവിടെ നിന്ന് ഒരു 15 to 20 മിനിറ്റ്സ് ഡ്രൈവ് ആണ്, എനിക്കൊന്ന് 5 കിലോമീറ്റേഴ്സ് എന്തോ ആണ്. നമ്മൾ കുട്ടുംസാർ കേവിൻ്റെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എൻട്രി ഫ്രീ ആണ്. ജസ്റ്റ് നമ്മൾ 2 വീലറിൻ്റെ പാർക്കിംഗ് ഫീ മാത്രമാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഡ്രൈ ആണെങ്കിൽ പോലും എല്ലായിടത്തും വെള്ളമുണ്ട്, പക്ഷെ നല്ല മഴക്കാലത്താണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വെള്ളം ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജഗ്ദൽപൂരിൽ വന്നപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഒരു ഹാഫ് അവറോളം നിർത്താതെ മഴ പെയ്തു. കറക്റ്റ് ഞാൻ ഇന്ന് ഇവിടുന്ന് വിടാൻ പോകുന്ന സമയത്ത് തന്നെ ഇത്രയും മഴ പെയ്തപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ലൊരു ക്ലൈമറ്റൊക്കെ മാറിയപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു കൊണ്ടുപോയി വണ്ടിയൊക്കെ റിട്ടേൺ ചെയ്ത് ഇനി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബാഗ് ഞാൻ ഹോട്ടലിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പോയപ്പോൾ എനിക്ക് ബില്ലൊക്കെ കവറിലിട്ട് തന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ബില്ല് കിട്ടുന്നത് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ജസ്റ്റ് കൗതുകത്തിനെടുത്ത് വെച്ചതാണ്. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഏകദേശം 3 to 4 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാൻ നടന്നാണ് പോയത്. ആ ഒരു മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല ക്ലൈമറ്റ്, പിന്നെ ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂ, പിന്നെ ആ ഒരു മഴയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു മണം എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു റിഫ്രഷിങ് നടത്തമായിരുന്നു. അങ്ങനെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. ജഗ്ദൽപൂരിൽ നിന്ന് ഏറ്റവും ഈസിലി കണക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് വിശാഖപട്ടണം. കാരണം ഇവിടുന്ന് ഡെയിലി വിശാഖപട്ടണത്തേക്ക് ട്രെയിനുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് വീണ്ടും റായ്പൂരിൽ പോയി റായ്പൂരിൽ നിന്ന് വേറെ എങ്ങോട്ടേലും പോകേണ്ടി വരും. അതിലും ഈസി എനിക്ക് കുറച്ചുകൂടെ ഇവിടുന്ന് അങ്ങ് ഡയറക്റ്റ് വിശാഖപട്ടണത്ത് പോയിട്ട് വിശാഖപട്ടണത്ത് വേറെ എങ്ങോട്ടേലും പോകാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. 7:30 വരേണ്ട എൻ്റെ ട്രെയിൻ 9 മണിയായി, 10:30 അവസാനം 11 മണിയായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ 4 മണിക്കായിരുന്നു ഞാൻ വിശാഖപട്ടണത്ത് എത്തേണ്ടിയിരുന്നത്. അത് 7 മണിക്കാണ് എത്തിയത്. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ നെക്സ്റ്റ് ട്രെയിൻ 8 മണിക്കായിരുന്നു. അത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിലേക്ക് ഞാൻ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് ഡൽഹിയിൽ പോയിട്ട് ഏതെങ്കിലും തണുത്ത സ്ഥലത്തോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ. കാരണം ചൂടെടുത്ത് സഹിച്ച് ഞാൻ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തണുത്ത പ്രദേശത്ത് എത്തണമെന്ന് കണ്ട് ഞാൻ ഉത്തരാഖണ്ഡിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ വിശാഖപട്ടണം എത്തി. ഇവിടുന്ന് ഡൽഹിക്ക് ട്രെയിനും പിടിച്ച് 2 ദിവസം വീണ്ടും ഞാൻ പുകഞ്ഞ് ആണ് ഈ ട്രെയിനകത്തിരുന്നത്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പോകുന്ന റൂട്ടെല്ലാം ഭയങ്കര ചൂടായിരുന്നു. പിന്നെ സൺസെറ്റ് വ്യൂ ഒക്കെ നൈസായിരുന്നു. ബട്ട് അല്ലാത്ത ടൈമെല്ലാം കൊടും ചൂടിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 ഡേയ്സ് ഇതിൽ ഇരുന്ന് ഞാൻ ഡൽഹിയിലെത്തി. വിശാഖപട്ടണം ടു ഡൽഹി വീണ്ടും ഭയങ്കര ടയറിങ് ഒരു യാത്രയായിരുന്നു. ഛത്തീസ്ഗഡിലെ ചൂടും പിന്നെ ഈ ചൂടും എല്ലാം കൂടെ ആകെ
ഭയങ്കര ഫിസിക്കലി ഡ്രെയിനായി. അങ്ങനെ ഞാൻ നേരെ ചെന്ന് കുറച്ച് നേരം AC വെയിറ്റിംഗ് ഹാളിലൊക്കെ റെസ്റ്റ് എടുത്തു. പക്ഷേ ആ റെസ്റ്റ് എടുപ്പ് കുറച്ച് കൂടുതലായിപ്പോയി. കാരണം ഡൽഹി മെട്രോ ഈസ് സോ കോംപ്ലിക്കേറ്റഡ്. എത്ര പ്രാവശ്യം ഇവിടെ വന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ വഴിതെറ്റി ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനിൽ പോകാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യവും സംഭവിച്ചു. അങ്ങനെ കുറേ ചുറ്റിയിട്ടാണ് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തിയത്. അതായത് കശ്മീരി ഗേറ്റിൻ്റെ അവിടെയുള്ള ഒരു പോയിന്റിൽ നിന്നായിരുന്നു എനിക്ക് ഉത്തരാഖണ്ഡിലോട്ടുള്ള ബസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വളരെ ഡിലേ ആയി ഓടിപ്പിടിച്ച് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു പേവിങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോ പിടിച്ചൊക്കെ പോയി എങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ബസ് കിട്ടിയത്. ഇതുകൂടെ എനിക്ക് മിസ്സായാൽ ഞാൻ മെൻ്റലി കൂടെ വീക്കായേനെ. പക്ഷേ ഇറ്റ് ഓൾ ഹാപ്പൻസ്. ട്രാവൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ഒത്തിരി ട്രെയിൻ ആകുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായി പോകും. ആ ഒരു സ്റ്റേജിൽ കൂടെ ആയിരുന്നു ഞാൻ പോകുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഉത്തരാഖണ്ഡിൽ പോയിട്ട് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തണുപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ഉത്തരാഖണ്ഡിലെ മുക്തേശ്വറിലേക്കാണ് പോകാൻ പ്ലാൻ ഇടുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.